قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ 58ാമത്തെ പാർട്ടാണ് ഖുർആൻ പഠന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മറുപടിയായിട്ട് ഇദ്ദേഹം നടത്തുന്ന ഒരുപാട് കള്ളങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ക്ലാസ് നടത്തുന്നതെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതാ ഒന്നുകൂടി നമുക്ക് തെളിയിച്ച് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറുപടി പറയുന്നത്. ഇദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാ കളവുകളും നമ്മൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പൊളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് കേൾക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന്. ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരും സമമാവുകയില്ല. നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിച്ചവനെ അവൻ കേൾപ്പിക്കുന്നു. ഖബറുകളിലുള്ളവരെ താങ്കൾ കേൾപ്പിക്കുന്ന ആളല്ല, താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഇവിടെയും ഇതിന് നേരെ വിരുദ്ധമായിട്ട് മുഹമ്മദ് പിന്നീട് പ്രവർത്തിച്ചതായിട്ടും പറഞ്ഞതായിട്ടും നമുക്ക് കാണാം. ഖബറുകളിൽ കിടക്കുന്നവരൊന്നും കേൾക്കുകയില്ല, നമ്മളോട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ അന്നത്തെ മക്കാരുമായിട്ടുള്ള എന്തൊക്കെയോ തർക്കത്തിന്റെ ഇടയിൽ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം. എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറഞ്ഞ കാര്യം അവസാനം വരെ അത് കീപ്പ് ചെയ്യാൻ കഴിയണ്ടേ? അത് കഴിഞ്ഞിട്ടില്ല. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ കൊന്ന് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ആ കുഴിച്ചിട്ട ഖബറിന്റെ അടുത്ത് പോയിട്ട് മുഹമ്മദ് ആ ശവങ്ങളോട് സംസാരിക്കുന്നതായിട്ടും ശവങ്ങളെ ചീത്ത വിളിക്കുന്നതായിട്ടും എന്നിട്ട് അവർക്കത് കേൾക്കാൻ പറ്റുമോ എന്ന് സഹാബികൾ സംശയം ചോദിക്കുമ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് മറുപടി പറയുന്നതായിട്ടൊക്കെ പിന്നീട് ഹദീസുകളിലും ചരിത്രത്തിലും നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇവിടെ ഖബറിൽ കേൾപ്പിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് തന്നെ പിന്നീട് മറന്നുപോയി എന്നർത്ഥം. താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് തടി ഊരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരുപാട് കള്ളങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമതായിട്ട് ആയത്തിൽ കളവ് കാണിച്ചു, ആയത്ത് പറഞ്ഞിട്ട് തന്നെ അതിൽ തന്നെ കളവ് കാണിച്ചു. എന്താണ് ആയത്ത്? നമുക്ക് വായിക്കാം. അതിന് മുമ്പുള്ള ആയത്ത് ഞാൻ വായിക്കാം. അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല, ഇരുളുകളും വെളിച്ചവും സമമാവുകയില്ല, തണലും ചൂടുള്ള വെയിലും സമമാവുകയില്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു, നിനക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല. ഇതാണ് ആയത്ത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്ധനും കാഴ്ചയുള്ള ആളും സമമാവുമോ? ഇല്ല, ഒരേപോലെ അല്ല. ഒരാൾക്ക് കണ്ണ് കാണാം, മറ്റൊരാൾക്ക് കണ്ണ് കാണില്ല. അപ്പം സമമല്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തതും ഇരുളുകളും വെളിച്ചവും സമമാണോ? അല്ല. ഈ ഇരുട്ടുള്ള പോലെയാണോ വെളിച്ചവും? രണ്ട് സമമാണോ? അല്ല. അതേപോലെ തന്നെ മരിച്ച ആളുകളും ജീവിച്ചിരിക്കുന്നവരും സമമാവുകയോ? ഇല്ല. മരിച്ച ആളുകൾക്ക് വേറെ ഒന്നും ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നടക്കില്ല. ഇപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, അയാൾ പോയിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അയാൾ കേൾക്കുന്നില്ല. അതേപോലെ ഹൃദയങ്ങൾ മരിച്ച ആളുകൾ, അതേപോലെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചവരെ, അതേപോലെ തന്നെ ഇരുളുകൾ ബാധിച്ച ആളുകളെയൊക്കെ പറ്റിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അല്ലാതെ അതിനെ ഒരു ഉപമാലങ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതായത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരേപോലെ അല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നതാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നു എന്ന ഒരു വാക്കുകൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ബർസഖിയായിട്ടുള്ള ജീവിതത്തിൽ, അതായത് മരണത്തിന് ശേഷം 2 മലക്കുകൾ വന്നിട്ട് ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയും മൻ റബ്ബുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെ പറ്റിയൊക്കെ പല ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എന്താണ്? മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാവുകയില്ല, അവർ കേൾക്കില്ല, അവർ കാണില്ല, അവർക്ക് ഇരുളടഞ്ഞ ജീവിതമായിരിക്കും അവിടെ. ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അത് അവരുടെ ഉപമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കാരണം സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധതയിലാണ്. ഇദ്ദേഹത്തിനെ പോലെ ഒരു അന്ധതയിലാണ്, മരിച്ച ആളുകളെ പോലെയാണ് ഇദ്ദേഹമൊക്കെ നടക്കുന്നത്. അപ്പോൾ പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പറയാറുള്ളത് സാധാരണ. അതേപോലെ തന്നെ
മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് പിന്നെ അടുത്തതിൽ ഇദ്ദേഹം ഒരുപാട് കളവുകൾ പടച്ചു വിടുകയാണ്. ഇവിടെ എന്താണ് സംഭവം? സുനാൻ നസായിയിൽ വന്ന ഹദീസാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ആ നസായിയിൽ വരുന്ന ആ ഹദീസാണ് ഇദ്ദേഹം അവസാനം പറഞ്ഞത്. അതായത് ബദറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ബദറിൽ കൊല്ലപ്പെട്ട ആളുകൾ, അതായത് 6 ആളുകളെ ഒരു പൊട്ടക്കിണറ്റിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഒരു വലിയ കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ്, അതും 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവിക്ക് വന്നിട്ട് ഇവരോട് പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹു എന്നോട് പറഞ്ഞ വാഗ്ദാനം ഇതാ സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് അവരോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എല്ലാ നബിയെ ഇവർ കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? അതെ, നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ സമയത്ത് അവർക്ക് റൂഹിനെ അള്ളാഹു ജീവൻ കൊടുത്തു, അത് കേൾക്കാൻ വേണ്ടി. കാരണം ഇവർ സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവർ ഈ ജീവിതകാലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ ഒന്നും കേൾക്കാത്ത, ഈ അന്ധനെ പോലെയും ഈ പറഞ്ഞ പോലെ ഇരുളുകൾ അടഞ്ഞ് കിടക്കുന്ന ആളുകളെപ്പോലെയും മരിച്ചവരെ പോലെയായിരുന്നു ഇവരുടെ ഒക്കെ ജീവിതം. അപ്പോൾ അതിന് ശേഷം ഇവർ മരിച്ചതിന് ശേഷം ഇവർക്ക് ഇതിനുള്ള ഈ താക്കീത്, നിങ്ങൾക്കിപ്പോൾ ബലപ്പെട്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് ഇതൊക്കെ സത്യമാണെന്ന്, അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. 2 ഹദീസിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഇതിൽ ഒന്ന് സഹീഹ് മുസ്ലിമിൽ 68, 69, പിന്നെ സഹീഹ് അൽ ബുഖാരിയിൽ 241 നമ്പർ ഹദീസ്. ഈ 2 ഹദീസാണ്. ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നമസ്കരിക്കുന്ന സമയത്ത്, അതായത് മസ്ജിദുൽ ഹറാമിൽ, അതായത് കഅബയുടെ അടുത്ത് വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് അബൂജഹലും കൂട്ടരും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ചത്തുപോയ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് നബിയുടെ കഴുത്തിലിടുന്നുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തത്ര ഭാരത്തിലാണ് അത് സംഭവം. ഈ ഒട്ടകത്തിൻ്റെ കുടൽമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാരമുള്ളതാണ്. ഈ സമയത്ത് ഫാത്തിമ അൻഹ വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ. ആ ഒരു ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ആ സമയത്ത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഒരു 6 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒന്നും ചെയ്യാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് സഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയുന്ന ഹദീസിൽ കാണാം. അതിനുശേഷമാണ് പിന്നീട് മദീനത്ത് എത്തുന്നതും അതിനുശേഷമാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബദറിൻ്റെ ആ രണാങ്കണത്തിന് ഇവരെത്തും മുന്നേ അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഇന്ന ഓരോ വടി കൊണ്ട് ഓരോ വര വരച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ടുള്ള ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ 241 ഹദീസ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുന്നത്? ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ മരിച്ചു പോകും, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ മരിച്ചു പോകും എന്ന് കൃത്യമായിട്ട് വരച്ച വരയിൽ ഈ ആളുകളെ കൊണ്ടുവന്നിട്ട്, ഈ മരിച്ച ആളുകളെ കൊണ്ടുവന്ന് ഇടല്ല ചെയ്യുന്നത്, ഈ സ്ഥലത്ത് വെച്ച് തന്നെ കറക്റ്റായിട്ട് ആളുകൾ മരിച്ചു വയ്ക്കുന്നുണ്ട്. അത് പിന്നീട് ഉള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സഹീഹായിട്ട് വന്ന സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസുകളാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന് ഇയാൾ എന്ത് കൊണ്ടുവന്നാലും ഇപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി, എവിടെ പരിപാടി നടത്തിയാലും ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞ പോലെ ഇയാൾ കൊണ്ടുവരുന്നതൊക്കെ ശരിക്ക് പ്രവാചകത്വത്തിനുള്ള തെളിവും ദൃഷ്ടാന്തങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്ക് ഇയാൾക്കിത് അറിയാഞ്ഞിട്ടല്ല, ഇയാൾ ആകെ പെട്ടുപോകുന്നത്, അത് അറിഞ്ഞുകൊണ്ട് പെട്ടുപോകുക എന്നൊക്കെ പറഞ്ഞു, അതേപോലെയാണിത്. അപ്പോൾ അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ 3 ദിവസത്തിന് ശേഷം പിന്നെ ഇയാൾ ഇടയിൽ കൂടെ കടത്തിക്കൊണ്ട് ഒരു കാര്യം കൊണ്ടുവരാമെന്ന് വെച്ചു. അറ്റക്കളവ്
അതായത് ബന്ദികളായിട്ട് പിടിക്കുക ആളുകളെയാണ് വധിച്ചതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. എവിടെ അങ്ങനെ ഒരു ഹദീസ് നിങ്ങളെ കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ യുദ്ധത്തിനിടയ്ക്ക് മരണപ്പെട്ടതല്ലാതെ ബന്ദികളാക്കി കൊണ്ടുവന്ന ഒരൊറ്റ ആളെ വധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളെ. മിസ്റ്റർ, എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പോവുക. ബന്ദികളായിട്ട് പിടിച്ച ആളുകളെ ഒന്നും വധിച്ചിട്ടില്ല. അവരെ പിന്നീട് മോചനദ്രവ്യം വാങ്ങിയിട്ടും അതേപോലെ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പണിയേൽപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് അവരെ വിട്ടയച്ചത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ചരിത്രം ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്. ഒന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുക. ഒരു മാഷിന് ചേർന്ന പരിപാടിയാണോ സാർ ഇതൊക്കെ? നിങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ? കളവ് പറഞ്ഞുകൊണ്ട് ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണോ കുട്ടികളെ പഠിപ്പിക്കാറ്? ഏത് രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു പൊതുവേ പറഞ്ഞ കാര്യത്തിൽ പർട്ടിക്കുലറായിട്ട് നടക്കുന്ന സംഭവം, അതും നബിയുടെ ഒരു മുഅ്ജിസത്തായിട്ടാണ് ഇവിടെ ഈ സംഭവം ഹദീസുകളിലൊക്കെ മുഫസ്സിറുകളും അതേപോലെ തന്നെ മുഹദ്ദിസുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് എല്ലാവർക്കും സംഭവിക്കും. ഞാനിപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഖബറിൽ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നൊന്നുമില്ല. ആ വിഷയമായിട്ട് ഒരുപാട് ചർച്ചകൾ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.